ഇവിടെ ഒരു നഴ്സറിയിൽ പോയപ്പോൾ കണ്ട ക്രിസ്മസ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പോയിൻസെറ്റിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ക്രിസ്മസ് ആകുന്ന സമയത്ത് മിക്ക വീടുകളിലും വെളിയിലും അകത്തും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പോയിൻസെറ്റിയ. കൂടുതൽ പോപ്പുലർ റെഡ് കളറാണ്, ചുവന്ന കളറാണ്. പിന്നെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഒന്ന് വൈറ്റ്, പിങ്ക്, ഒരു ഗ്രീനിഷ് കളറിലുള്ള മിക്സായിട്ടുള്ള, ഗ്രീനും റെഡും കൂടെ മിക്സായിട്ടുള്ള കളറ് എല്ലാം ഉണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ക്രിസ്മസിൻ്റെ സമയത്ത് ട്രീയുടെ അടിയിലായിട്ട് ഒരു സർക്കിൾ കണക്കെ ഈ പ്ലാന്റ് എടുത്ത് വെക്കുമ്പം നല്ല ഭംഗിയാണ്. ട്രീക്ക് കൂടുതൽ ഭംഗി കൂട്ടും. പോയിൻസെറ്റിയ എന്നാണ് ഇതിൻ്റെ പേര്. കുഴപ്പമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലൊക്കെ കിട്ടുകയും ചെയ്യും ഈ പ്ലാന്റ്. ഈ പ്ലാന്റ് വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ തന്നെ ഉണ്ടാക്കിയിരിക്കുക അവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണിത് കാണാനായിട്ട്. പ്രത്യേകിച്ചും ക്രിസ്മസിൻ്റെ സമയത്ത് ആ റെഡ് കളറ് ആ ബ്യൂട്ടി ആഡ് ചെയ്യുന്നു. പോയിൻസെറ്റിയ ഒരു യൂഫോർബിയ ഫാമിലിയിലുള്ള പ്ലാന്റാണ്. ഇതിന് കൂടുതൽ സൺലൈറ്റും വേണ്ട, കൂടുതൽ തണുപ്പും പാടില്ല. ഒരു മീഡിയം ടെമ്പറേച്ചറിലാണ് ഇത് വളരുന്നത്. ഇത് കൂടുതലും ഒറിജിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റാണ് ഏകദേശം ഇഷ്ടപ്പെടുന്നത്. അധികം തണുപ്പും പാടില്ല, അധികം ചൂടും പാടില്ല. അങ്ങനെ മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചിട്ട് ബാക്കി സമയത്ത് ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആയിരിക്കും. അധികം ഭയങ്കര ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിന് ചെറിയ പ്ലാന്റാണ് കിട്ടുന്നതെങ്കിൽ വലിയൊരു പോട്ടിലേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് മാറ്റി നടാവുന്നതാണ്. ഈ പ്ലാന്റ് ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് അത് വളർത്തിയെടുത്ത് അതിൻ്റെ അടുത്ത ക്രിസ്മസിന് അതിലിതുപോലെ തന്നെ റെഡ് കളറിലുള്ള ലീഫും അല്ല ഫ്ലവറും അല്ല, അത് ബ്രാക്കറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്, അത് ഉണ്ടായി വരും. അങ്ങനെ അടുത്ത സീസണിലും നമുക്ക് വീണ്ടും ഇത് റീസൈക്കിൾ ചെയ്ത് ഈ പ്ലാന്റിനെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. പോയിൻസെറ്റിയ പ്ലാന്റ് നടുന്നത് തണ്ട് മുറിച്ച് വെച്ചിട്ടാണ് നടുന്നത്.